സമനിലയിൽ കുരുക്കിയ സ്പെയിനെ ചെമ്പടയെ വെറുപ്പിച്ച കെപ്പർദയെക്കുറിച്ച് സംസാരിക്കുകയാണ് കൂട്ടുകാരി. ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ ഒരു ചെറിയ രാജ്യം തങ്ങളുടെ ഹൃദയവും ആത്മാവും മുഴുവൻ മൈതാനത്ത് വെച്ച് കളിച്ചാൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മത്സരമായിരുന്നു. കളി തുടങ്ങുന്നതിന് മുൻപ് ഭൂരിഭാഗം പേരും കരുതിയത് സ്പെയിൻ തങ്ങളുടെ പതിവ് പാസിംഗ് ഫുട്ബോളിലൂടെ കേപ്പ് വെർദയെ അനായാസം മറികടക്കുമെന്നായിരുന്നു. പക്ഷേ 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ ലോകം സംസാരിച്ചത് സ്പെയിനെ കുറിച്ചല്ല, കേപ്പ് വെർദയെ കുറിച്ചായിരുന്നു. 1975 കേപ്പ് വെർദയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഡീഗോ മറഡോണയുടെ അർജന്റീന ലോകകപ്പ് ഉയർത്തിയ 1986 കേപ്പ് വെർദയ്ക്ക് ഫിഫയിൽ അംഗത്വം ലഭിക്കുന്നത്. 2000 അവരുടെ ഫിഫ റാങ്കിംഗ് 182 ആയിരുന്നു. അന്ന് ഇന്ത്യയുടെ റാങ്കിംഗ് 120. കുഞ്ഞമ്മാരി കുറസാവോയെ ആയിരുന്നു ഈ ലോകകപ്പിൽ ഏവരും ശ്രദ്ധിച്ചത്. 1 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവോക്കാർ ജർമ്മനിക്കെതിരെ ഗോൾ നേടി. ഒരു ഘട്ടത്തിൽ 1-1 സ്കോർ നില അരമണിക്കൂർ വരെ നിലനിർത്തിയവരാണ്. എന്നാൽ വലിയ സ്റ്റേജിൽ കളിക്കുമ്പോഴുള്ള പ്രശ്നം, കരുത്തരായ എതിരാളികൾക്കെതിരെ മാനസികമായി പിന്നാക്കം പോകുന്ന സ്ഥിരം വീഴ്ച ആവർത്തിച്ചപ്പോൾ ജർമ്മനിക്കെതിരെ 7-1 വമ്പൻ തോൽവിയോടെ കുറസാവോ ആദ്യ മത്സരം അവസാനിപ്പിച്ചു. ഏറെക്കുറെ ഇതുപോലൊരു സ്കോറാണ് സ്പെയിൻ കേപ്പ് വെർദെ മത്സരത്തിലും ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പെട്രിയും റോഡ്രിയും ഗാവിയും ഒയർസബാലും പിന്നീട് ലെമിൻ യമാലും നിക്കോ വില്യംസും വന്നിട്ടും കേപ്പ് വെർദെയുടെ കോട്ട പൊളിക്കാനായില്ല. ഡിഫൻസ് പൊളിച്ചപ്പോൾ ഗോൾ പോസ്റ്റ് വില്ലനായി. അതും മറികടക്കുമ്പോൾ ഒരു 40-കാരൻ അവിടെ ഇരുമ്പുകോട്ട കെട്ടി. പേര് ജോസിമർ ഡയസ് എ.കെ.എ. വോസിന്യ. ഫുട്ബോൾ പ്രേമികൾ അധികമാരും ഈ പേര് കേട്ടു കാണില്ല. എന്നാൽ ഈ ലോകകപ്പോടെ ഇനി അങ്ങോട്ട് അയാളെ മറക്കാനും പോണില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ഇന്ന് പിറന്നത്. ഡേവിഡ് ഗോലിയറ്റ് പോരാട്ടത്തിൽ എന്ന പോലെ ലോകകപ്പും യൂറോ കപ്പും ഫിഫ റാങ്കിങ്ങിന്റെ പകിട്ടുമൊക്കെയായി എത്തിയ സ്പെയിനെയാണ് വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഇതാദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദ 90 മിനിറ്റ് ഗോളടിക്കാനാകാതെ പിടിച്ചു നിർത്തിയത്. ഇത് കേപ്പ് വെർദയുടെ വെറുമൊരു ലക്കായി കാണേണ്ട. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പ് 1-ാമതായിരുന്നു കേപ്പ് വെർദെ. 8 തവണ ലോകകപ്പ് കളിച്ച സാക്ഷാൽ കാമറൂണിനെ വരെ വീഴ്ത്തിയാണവർ എത്തിയത്. ലിബിയ, അങ്കോള എന്നിവരെ അട്ടിമറിച്ചു. സെർബിയ, ബർബുഡ എന്നിവർക്കെതിരെ 3 ഗോളിന്റെ വിജയം ആഘോഷിച്ചു. ഇനി അവരുടെ താരങ്ങളുടെ സ്കൗട്ടിങ്ങിലേക്ക് വരാം. പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമല്ലാത്ത അന്നാട്ടിൽ പൊതുവെ ചെറുപ്പക്കാർ അധികം നിൽക്കാറില്ല. പലരും യൂറോപ്പിൽ പ്രവാസികളായി കഴിയുന്നവരാണ്. ഫുട്ബോൾ അസോസിയേഷൻ ഇന്റർനെറ്റിലൂടെ താരങ്ങളെ തപ്പിയിറങ്ങി. അയർലൻഡിൽ ജനിച്ച റോബർട്ടോ പിക്കോ ലോപ്പോസിനെ അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്. ലിങ്ക്ഡിനിൽ വന്ന ക്ഷണം സ്പാം ആണെന്ന് കരുതി ഒരിക്കൽ ഒഴിവാക്കിയതാണ് റോബർട്ടോ ലോപ്പസ്. പിന്നീട് അന്നത്തെ കേപ്പ് വെർദെ പരിശീലകൻ റൂയി അഗ്വാസ് ഒരിക്കൽ കൂടി സന്ദേശം അയച്ചപ്പോഴാണ് ലോപ്പസ് അത് സീരിയസ് ആയി എടുത്തത്. ഐറിഷ് ക്ലബായ ഷാംറോക്ക് റോവേഴ്സിനായി തിളങ്ങിക്കൊണ്ടിരുന്ന ലോപ്പസ് അങ്ങനെ മാതൃരാജ്യത്തിനായി കളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് സ്പെയിനെതിരെ ഡിനെക്കൊപ്പം കേപ്പ് വെർദെയുടെ സെന്റർ ബാക്ക് പൊസിഷൻ സേഫാക്കിയത് ലോപ്പസ് ആയിരുന്നു. കേപ്പ് വെർദെ ഫുട്ബോൾ അസോസിയേഷൻ ഇന്റർനെറ്റിലൂടെ തപ്പിയെടുത്ത താരം. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. തദ്ദേശീയ താരങ്ങൾ കുറവാണിവിടെ. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഭൂരിഭാഗം പേരും. ഭാഷ കൊണ്ടും സ്വഭാവം കൊണ്ടുമെല്ലാം വ്യത്യസ്തർ. ടീമിൽ പക്ഷേ ഒത്തൊരുമയും ദേശീയ വികാരവും വരുത്ത ഫുട്ബോൾ അസോസിയേഷൻ ഒരു അലിഖിത നിയമം കൊണ്ടുവന്നു. പരിശീലന സെഷനിലും മറ്റും താരങ്ങൾ പരസ്പരം കേപ്പ് വെർദെയുടെ ഔദ്യോഗിക ഭാഷയെ ക്രിയോൾ മാത്രമേ സംസാരിക്കാവൂ. അവർ അത് അനുസരിച്ചു. ലോകവേദിയിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഭാഷ ഫുട്ബോൾ ആയിരുന്നു. അതും അവർ വൃത്തിയായി സംസാരിച്ചു. അപ്പോൾ നിശബ്ദരായത് ലോകകപ്പ് ജയിച്ച ലോക റാങ്കിങ്ങിൽ 2-ാമതുള്ള സ്പെയിൻ ആയിരുന്നു. വിരസമായ ഗോൾ രഹിത സമനില എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്രയും ത്രില്ലിംഗ് ആയൊരു ഗോൾ രഹിത സമനില നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരറ്റത്ത് തല താഴ്ത്തിയത് ടീമായി സ്പെയിൻ ആയിട്ട് പോലും ഫൈനൽ വിസിൽ വന്നപ്പോൾ ഫുട്ബോൾ പ്രേമികൾ കേപ്പ് വെർദെക്ക് കൈയടിച്ചു. ഫുട്ബോൾ ഒരു വിസ്മയമാണ്, മഹാവിസ്മയം തന്നെയാണ്. അതിനിയും കുറെ ഉരുളാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൂട്ടുകാരി.